വട്ടിയൂർക്കാവിലെ മികച്ച വിജയത്തിന് ശേഷം കെ മുരളീധരൻ രാവിലെ ക്ഷേത്ര ദർശനത്തിലാണ്. പഴവങ്ങാടി ക്ഷേത്രത്തിൽ രാവിലെ പോയല്ലേ, ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. ഒരു വലിയൊരു കംബാക്കാണ്. തീർച്ചയായിട്ടും കുറേ കാലങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് എന്ന പ്രതീതിയാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടി ഉണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇനി ഞങ്ങളെ വിട്ടു പോയില്ലല്ലോ കെ മുരളീധരൻ. ഇനി 5 വർഷം ഔപചാരിക MLA എന്നുള്ള നിലയിൽ ഉണ്ടാവും. വട്ടിയൂർക്കാവിലൂടെ ഇനിയെന്നും ഉണ്ടാവും. അതായത് എനിക്ക് തോന്നിയത് അങ്ങ് പറഞ്ഞ ആ കണക്കുകൂട്ടൽ ശരിയായിരുന്നു തോന്നുന്നു. 6000 ഭൂരിപക്ഷം ഒരു ശകലം കുറഞ്ഞു പോയി. ഞാൻ പറഞ്ഞത് 5000-നും 7000-നും മധ്യേ. ആ അസസ്മെന്റ് ഞാൻ നിയോജകമണ്ഡലമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അത് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചർച്ചകളാണ്. ഇപ്പൊ തന്നെ പല ഫ്ലക്സുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ഈ ഫ്ലക്സ് നോക്കിയിട്ടല്ല പാർട്ടി നേതാവിനെ തീരുമാനിക്കുക. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ചേ കാര്യം നടക്കും. ഇപ്പോൾ നമ്മൾ ഓടുന്ന ട്രെയിനിൽ നമ്മൾ ഓടിയാൽ ലക്ഷ്യസ്ഥാനത്തെത്തില്ല. ട്രെയിൻ സ്റ്റേഷനിലെത്തുമ്പോഴേ ഇറങ്ങാൻ പറ്റൂ. അതുകൊണ്ട് ഓടുന്ന ട്രെയിനിൻ്റെ അകത്ത് ഓടിയിട്ടൊരു കാര്യമില്ല. കാര്യങ്ങൾ അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് നടക്കും. നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. എന്നാലും ചോദിക്കുകയാണ്, വട്ടിയൂർക്കാവിൽ നിന്നൊരു മന്ത്രി ഉണ്ടാവില്ല? അല്ല, വട്ടിയൂർക്കാവിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു MLA എന്തായാലും ഉണ്ടാവും. മന്ത്രി ഉണ്ടോ നമുക്ക് കണ്ടറിയാം. അതൊക്കെ പാർട്ടി തീരുമാനിക്കും. ഓക്കെ. അദ്ദേഹം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ